എല്ലാവർക്കും നമ്മുടെ വെക്കേഷൻ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലേസ് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കുവാണ്. ലേസ് കൊണ്ടാട്ടമെന്നോ അതിൽ ലേസ് റെസിപ്പിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ദേ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. ഇവരാണ് എന്തായാലും നമ്മുടെ ക്യാമറ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അമ്പടിയുടെ ഒരു ക്യാമറ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഉള്ളിയുണ്ട്, അതേപോലെ തന്നെ കുറച്ച് തക്കാളിയുണ്ട്, അതേപോലെ മുളകുണ്ട്, പിന്നെ മല്ലിയില, കെച്ചപ്പ്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ലേസ് റെസിപ്പി അല്ലെങ്കിൽ ലേസ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ തൊലിയൊക്കെ തൊലിച്ചിട്ട് ഒന്ന് കഴുകി എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉള്ളി അങ്ങോട്ട് തൊലിക്കാം. നമ്മുടെ മല്ലിയിലയുടെ ഈ ഒരു ഭാഗം ഇത് വേണ്ടല്ലോ അല്ലേ, തണ്ട് ഇല മാത്രം പോരെ. പച്ചമുളകിൻ്റെ ഈ ഭാഗങ്ങൾ ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, ഉള്ളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്, അതേപോലെ മല്ലിയിലയുടെ ആ ഒരു തണ്ട് ഭാഗം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ മുളക്, മല്ലിയില എല്ലാം കഴുകിയിട്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കുനുകുനാലേ കട്ട് ചെയ്യണ്ടേ അല്ലേ? നമ്മൾ ആക്ച്വലി ഈ സാധനം വേവിക്കാത്തത് കൊണ്ടും നമ്മളിത് പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ടും എപ്പോഴും ഉള്ളി ഇങ്ങനെ പൊടിക്ക് കുനുകുന അഴിയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെക്കോർഡ് ഓഫാക്കിയിട്ട് ഓഫായില്ലേ, വീണ്ടും ഞെക്കി പോണായി. അപ്പോൾ ഉള്ളി ഓൾമോസ്റ്റ് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് തക്കാളിയാണ്. കുഞ്ഞാറ്റെ അങ്ങോട്ട് അകത്തോട്ട് അതിലിട്ടെ. തക്കാളി നമ്മളൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ലേസ് ആക്ച്വലി ഒരു വലിയ പാക്ക്. അത് എത്ര രൂപയായിരുന്നു ലേസ്? 78ൻ്റെ ഒരു ലേസും പിന്നെ ഉള്ളത് 20 അല്ലേ? 20ൻ്റെ 2 എണ്ണം. 20ൻ്റെ 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബിങ്കോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 ചെറിയ 10ൻ്റെ ബിങ്കോയും ഒരു 50ൻ്റെ ബിങ്കോയും. പക്ഷേ അത് രണ്ടും കൂടി ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലേസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബിങ്കോയുടെ വേറൊരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ വേറൊരു പരിപാടി നമുക്ക് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്. സോ അതിനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ തക്കാളി അരിയാം. തക്കാളിയും വളരെ ചെറുതായിട്ടാണ് നമ്മൾ അരിയുന്നത്. കുറച്ചുകൂടി ചെറുതാണോ? ഓക്കെ, കുഴപ്പമില്ല. തക്കാളി അങ്ങനെ ഇപ്പം ഭയങ്കര വലിയ രീതിക്ക് ചെറുതായാലും കുഴപ്പമില്ല. എടുത്തിട്ടോ. തക്കാളി വിടണം. 3 എണ്ണണ്ടേ? ഇതിന് മുന്നേ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയണേ. ഞാൻ ഇപ്പൊ പറയാൻ ചാറ്റ് മസാലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പൊ ഒരു നാരങ്ങ കൂടി നമുക്ക് ഇതിനകത്ത് ഇവർ പറയണത് ആഡ് ചെയ്യണമെന്ന് പറയണത്. പിന്നെ ചാറ്റ് മസാല എന്തായാലും നമ്മുടെ ഇല്ല, നാരങ്ങ എന്തായാലും വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാരങ്ങ എടുത്തിട്ടോ. ഒരെണ്ണം മതി. ശരിയാ, ഉപ്പും കൂടെ. ഉപ്പ് കുറച്ച് ഉപ്പ്. നമ്മളെല്ലാം മറന്നു. എന്തായാലും ഉപ്പ്. മുളക് പൊടിയാണോ? അത് വേണ്ട. ചാറ്റ് മസാല പക്ഷേ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇന്നലെ അവിടെ നിന്ന് ലുലു പോയപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് കയറിയ സമയത്ത് നീ പറയേണ്ടായിരുന്നു. ചാറ്റ് മസാല സൂപ്പർ ടേസ്റ്റ് ആടാ. അതെ, ചാറ്റ് മസാല നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ നമുക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റ്. എനിക്കും ഇഷ്ടം. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമല്ല. അതെ. മോനസ്, നീ ആടാ ഡിഷ് പറഞ്ഞത്? എഗ്ഗിന്റെ വെച്ചിട്ട് മുട്ട എന്താ പറഞ്ഞ ഡിഷ്? പൊട്ടിക്കണം. പക്ഷെ നമ്മള് ഫുള്ളായിട്ട് പൊട്ടിക്കല്ലേ, മോൾ ഭാഗം മാത്രം. മോൾ ഭാഗം മാത്രമോ? ഇവിടെ ഇങ്ങനെ
ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് അത് പൊടിക്കണം, മുട്ട ഒഴിച്ചിട്ട് പൊടിക്കണം. എല്ലാം കൂടെ ഇട്ടിട്ട് മുട്ടയും കൂടെ ഇടണം. എന്നിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് അങ്ങ് ആവിക്കണം. ഉപ്പും പിന്നെ വെള്ളം ഓ അങ്ങനെ കവർ കെട്ടിയിട്ട് ഇതാക്കുമ്പോ അതിലെ കെമിക്കല് അതെ പ്ലാസ്റ്റിക്. അപ്പൊ അത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മല്ലിയില കുനൂന നമുക്കറിയാം. ചെറുത് തന്നെ ഇല്ല, അത് നമുക്ക് ഒരുമിച്ച് ചെയ്യും. കുറച്ച് തണ്ടുണ്ടാവേ. ഓക്കെ, ഇനി അടുത്തത് പച്ചമുളകാണേ. പച്ചമുളക് 3 വേണ്ട തോന്നല്ലേ? മതിയല്ലോ അല്ലേ? ഓക്കെ, ഇനി നാരങ്ങ അവസാനല്ലേ? ഓക്കെ, മുറിച്ച് വയ്ക്കാം. കട്ട് ചെയ്ത് ഓക്കെ. അതിനുശേഷം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ലേസ് പൊട്ടിച്ചിടാം. ആദ്യം നമുക്ക് ഈ ഒരു വലിയ ലേസ് തന്നെ പൊട്ടിച്ചിടാം. അത് പൊട്ടിച്ചേ മനസ്സിലായി. പോരാല്ലേ? എടാ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. പോരെ? ക്രഷ് ചെയ്താ പോരെ? ഓക്കെ, മതിയാ? ഇതിവിടെ. ഓക്കെ, അതിലേക്ക് നമ്മുടെ അങ്ങനെയൊന്നുമില്ല, ഏതായാലും മതി. തക്കാളി, പുതിനയില, ഉള്ളി കുറച്ച് കൂടി പോയില്ലേടേ? ഫുള്ള് കേട്ടോ? അതാണ് മുളക്. ഉള്ളി എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് ഫുള്ള് ഇടണ്ട, ജസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പല്ലേ? ഇനി ഉപ്പ് ആവശ്യത്തിന്. ഇത് മതിയാ? വേണ്ട, ഇത് മതിയാ? തന്നെ? അപ്പൊ പിന്നെ ഉപ്പിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലേ? ഒരു പേരിന് വേണ്ടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് സോസ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അതെ, ഒഴിക്കട്ടാ? മതിയാ? നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഉള്ളി കൂടെ കിട്ടാലേ? വേണ്ടല്ലേ? അപ്പോൾ ഫൈനലി നമ്മൾ ഇതേ ഇവിടെ സാധനം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അത്യാവശ്യം മഴക്കോൾ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഷഡപട ഈ കാര്യങ്ങൾ അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഇനി വിളമ്പി തുടങ്ങാം. വാ, ഓരോ ആൾക്കാർ വാ. മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ അറിയോ? ഒന്ന്, ഒരു പുളിപ്പ്. എന്താ പറഞ്ഞേ? പാനിപൂരിയുടെ ടൊമാറ്റോ സോസ് ഇനി വയ്ക്കണ്ട. അയ്യേ, വയ്ക്കണോ? നീ ചോദിച്ചോ?
കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉള്ളു. ഒന്നും കൂടുതൽ കഴിച്ചുകൂടാ, വേണ്ടേ? എന്നാ കുപ്പി എടുത്തോ. ഓക്കെ, ടേസ്റ്റ് പറയാപ്പാ, എങ്ങനെയുണ്ട്? സൂപ്പറാ. പാനിപൂരിയുടെ ടേസ്റ്റ് അല്ലേ? അത് തന്നെയാണ് സംഭവം. ആ സെയിം എന്തുവാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചെയ്തത്. പാനിപൂരിയിൽ യൂസ് ചെയ്യുന്നില്ലേ, ഉള്ളി, തക്കാളി. ഇതിനകത്ത് ആകെ എനിക്ക് തോന്നിയത് ആകെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് മസാല. മുളക് കൂടുതൽ കിട്ടിയോ? എരി കിട്ടുന്നില്ല അല്ലേ? അതാണ് കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞില്ലേ മുളകപ്പോൾ നമ്മൾ 2-3 ഇടണമായിരുന്നു. എനിക്ക് കുറച്ച് ഓക്കെ ആണ്. പിന്നെ ചാറ്റ് മസാലയുടെ ഒരു പ്രശ്നം, ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം അല്ലേ? സാധനം കൊള്ളാം. അപ്പോൾ എന്തായാലും ലെയ്സ് ഇത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെയ്യാനായിട്ട് ഇന്നൊരു സംഭവമാണ്. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ്, ഇവർക്ക് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് അതുകൊണ്ട് നമ്മളങ്ങ് വിട്ടതായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഇതുപോലുള്ള മറ്റുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ വെക്കേഷൻ സീരീസ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സജഷൻസ്, കൂടാതെ ഇവരെ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീഡിയോ കമൻ്റ് ആയിട്ടുള്ളൂ, നമ്മൾ നോക്കാം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.